ഞാനിപ്പോൾ സ്റ്റാർട്ട് അറ്റാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് അലേർട്സ് എന്ന് പറയുമ്പോഴത്തേന് ജസ്റ്റ് ഒരു പാസീവായിട്ടുള്ള ഫൈൻഡിങ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സീരിയസ് വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അത് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെയാണ്. ഹലോ എവരിവൺ, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. പ്രീവിയസ്ലി നമ്മൾ സെക്യൂരിറ്റി ടെസ്റ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ OWASP ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപയോഗിച്ച് എങ്ങനെ ട്രാഫിക് നമ്മളുടെ വെബ് ആപ്ലിക്കേഷനിൽ നിന്ന് ടെസ്റ്റിംഗ് ആപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവരാം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ഒരു പ്രാക്ടിക്കൽ സെഷനാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ടെസ്റ്റിംഗ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വൾനറബിലിറ്റി അസസ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. ഇപ്പോൾ OWASP ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലെ എങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് അതിലെ വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ അതിന് പല പല എൻ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് യൂസർ പ്രൊഫൈൽ, യൂസർ അക്കൗണ്ട്, ഇതൊക്കെയാണ് ഒരു എൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള എൻ പോയിൻറ്റ്സ് ഒരു വെബ്സൈറ്റിലുണ്ടാവാം. ചില എൻ പോയിൻറ്റ്സ് അതായത് ഒരു നോർമൽ യൂസറിന് എപ്പോഴും ഇത് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അത്തരത്തിലുള്ള കിടനായിട്ടുള്ള പല എൻ പോയിൻറ്റ്സുകളും ഉണ്ടാവാം. എന്നാൽ ഈ പറയുന്ന എൻ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതേപോലെ ഈ സൈറ്റിൽ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ ആ വൾനറബിലിറ്റി നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ആ വൾനറബിലിറ്റി എല്ലാം എങ്ങനെ ഒരു റിപ്പോർട്ടായി കൺവേർട്ട് ചെയ്യാം, തുടങ്ങിയ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ അഡ്വാൻസ് ആയ കാര്യങ്ങളല്ല, എന്നാൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് OWASP ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഒരു വെബ്സൈറ്റിനെ സ്കാൻ ചെയ്യാം, അതിലെ എൻ പോയിൻറ്റ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതിൻ്റെ വൾനറബിലിറ്റിയെക്കുറിച്ചൊരു ഐഡിയ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, പിന്നീട് അതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, അതായത് ടെസ്റ്റിങ്ങിനായി ഉപയോഗിക്കുന്ന വൾനറബിൾ ആപ്ലിക്കേഷൻ ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ഒരിക്കലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ കീഴിൽ വരുന്നതല്ല. ഇതൊരു ടെസ്റ്റിങ്ങിന് വേണ്ടി തന്നെ ഉള്ളൊരു തേർഡ് പാർട്ടി സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അത്തരത്തിലുള്ള സൈറ്റിലേക്ക് മാത്രമാണ് നമ്മളിന്ന് സ്കാൻ ചെയ്ത് വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങളൊരു തേർഡ് പാർട്ടി സൈറ്റിൽ ഡയറക്റ്റായിട്ട് പോയി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലോട്ട് കിടക്കാം. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള DBW ആപ്ലിക്കേഷൻ. ഞാൻ ഇതിൻ്റെ URL കോപ്പി ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ OWASP ആപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് സ്കാനർ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള കണ്ടൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഓട്ടോമാറ്റിക് സ്കാനറായിട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ടാർഗറ്റിൻ്റെ URL ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ രണ്ട് ഓപ്ഷനുണ്ട്: ട്രഡീഷണൽ സ്പൈഡർ, അതല്ലാതെ അറ്റാക്ക് സ്പൈഡർ. ഈ സ്പൈഡർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സൈഡിലെ കണ്ടൻസിനെ ഫൈൻഡ് ചെയ്യുന്നത്. ഇവിടെ സ്പൈഡർ ഉപയോഗിക്കുമ്പോഴത്തേന് സ്പൈഡർ ഓരോ പേജിലോട്ടും പോയിട്ട് അതിൻ്റെ എൻ പോയിൻറ്റ്സ്, ഇപ്പം നമുക്ക് പറയുന്ന dbws/index.php ഈ ഒരു എൻ പോയിൻ്റാണ്. അതേപോലെ അപ്ലോഡ് അല്ലെങ്കിൽ യൂസർ പാസ്വേഡ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള എൻ പോയിൻറ്റ്സിലും പോയി അത് ഫൈൻഡ് ചെയ്ത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതാണ് നമ്മളുടെ അറ്റാക്ക് സ്പൈഡർ ചെയ്യുന്നത്. ഈ സ്പൈഡർ എന്ന് പറയുന്ന ടൂള് 2 ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ട്രഡീഷണലും അജാക്സും. ഈ ട്രഡീഷണൽ സ്പൈഡർ എന്ന് പറയുന്നത് നമ്മളുടെ ഓൾഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിലേക്കാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. അതിന് കാരണം ആ സൈറ്റിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ സ്പൈഡർ അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ട്രഡീഷണൽ സ്പൈഡർ ഉപയോഗിച്ച് നമുക്ക് മോഡേണായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ജാവാസ്ക്രിപ്റ്റ് കോംപ്ലക്സ് ആയത് കാരണം സ്കാനിങ് നടക്കുകയില്ല. അപ്പോൾ നമുക്കവിടെ അജാക്സ് സ്പൈഡർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അജാക്സ് സ്പൈഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, നമുക്ക് ഇഫ് മോഡേൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സൈറ്റ് മോഡേൺ ആണെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ടുള്ള ട്രഡീഷണൽ മാറി നേരെ അജാക്സിലേക്ക് ഈ ഒരു സ്കാനിങ് സ്വിച്ച് ചെയ്യും. അതേപോലെ നമുക്ക് സ്കാനിങ് നടക്കേണ്ടത് എവിടെയാണ്? ഫയർഫോക്സിലാണോ, ക്രോമിലാണോ തുടങ്ങിയ എല്ലാ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഞാൻ ഇവിടെ ഫയർഫോക്സ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ LG കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്രൗസറിലായിരിക്കും ടെസ്റ്റിംഗ് നടക്കുക. നമ്മളിവിടെ ഫയർഫോക്സ് LS കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതായത് ഇതേപോലൊരു ബ്രൗസർ ഓപ്പണായി വരികയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ ഓപ്പറേഷനും നടക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അറ്റാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ അജാക്സ് സ്പൈഡർ എന്ന് പറയുന്നത് അല്പം സ്ലോ ആണ്. അതിന് കാരണം ഇത് സ്കാൻ ചെയ്യുന്നത് അഡ്വാൻസ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ടാണ്.
ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ടൂൾ നോർമലി വളരെ സ്ലോ ആയിട്ടായിരിക്കും റിസൾട്ട് കൊണ്ട് തരിക. സോ ഞാനിപ്പോൾ സ്റ്റാർട്ട് അറ്റാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇവിടെ നോക്കൂ, നമുക്ക് നമ്മുടെ വർക്ക് ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്, അതേപോലെ അലേർട്ട്സും വരുന്നുണ്ട്. അലേർട്ട്സ് എന്ന് പറയുമ്പോഴത്തേന് ജസ്റ്റ് ഒരു പാസീവായിട്ടുള്ള ഫൈൻഡിങ് ആണ് ചെയ്തിരിക്കുന്നത്. പാസീവായിട്ടും ആക്റ്റീവായിട്ടും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. പാസീവ് സ്കാനിൽ എന്തെങ്കിലുമൊക്കെ ഹെഡേഴ്സ്, അതായത് CST പോലുള്ള ഹെഡേഴ്സ് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, എന്തെങ്കിലും ചെറിയ വണ്ടറബിൾസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജസ്റ്റ് സ്കാൻ ചെയ്ത് നമുക്ക് റിസൾട്ട് തരും. ഇതാണ് പാസീവ് സ്കാനിങ് ചെയ്യുന്നത്. എൻ്റെ ചാനലിലുള്ള ആദ്യത്തെ കുറച്ച് വീഡിയോ തന്നെ CSP ഘടനയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് സ്കാൻ ചെയ്ത് ഹെഡേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും വണ്ടറബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതാണ് ഈ പറയുന്ന പാസീവ് സ്കാനിങ്. എന്നാൽ ഇവിടെ ആക്റ്റീവ് സ്കാൻ നോക്കുകയാണെങ്കിൽ അതിപ്പോഴും പ്രോഗ്രസ്സിങ് ആണ്. ഇപ്പോൾ 33% അല്ലെങ്കിൽ 90% ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഫൈനലി അത് കംപ്ലീറ്റ് ചെയ്തു. ഈ ആക്റ്റീവ് സ്കാനിങ്ങിൽ എന്തെങ്കിലും ഒരു സീരിയസ് വണ്ടറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അത് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മളുടെ പാസീവ് ആൻഡ് ആക്റ്റീവ് സ്കാനിങ്. സോ ഇവിടെ സ്പൈഡർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള എല്ലാ എൻഡ് പോയിൻറ്റ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ സ്കോപ്പിലുള്ളതാണ്. അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് DVWA ആണ്. ഈ DVWAയിൽ വരുന്ന എല്ലാ കണ്ടൻറ്റും സ്കോപ്പാണ്. അതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. റെഡ് കളർ നോക്കൂ, GitHub. അതായത് സൈറ്റിൽ നിന്ന് GitHubലേക്ക് ഒരു പാത്ത് പോകുന്നുണ്ട്. അത് ഔട്ട് ഓഫ് സ്കോപ്പ് ആയതുകൊണ്ടാണ് അതിനെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ടാർഗറ്റിൽ നിന്ന് മറ്റൊരു ഡൊമൈനാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിനെ ഔട്ട് ഓഫ് സ്കോപ്പായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ റിസൾട്ട് എല്ലാം ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സൈറ്റിൻ്റെ സൈറ്റ് മാപ്പ് കാണാൻ പറ്റും. നോക്കൂ, DVWയിലുള്ള സൈറ്റ് മാപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെയാണ് സൈറ്റ് മാപ്പ് അറിയാൻ പറ്റുക. ഇതിപ്പോൾ ചെറിയൊരു വെബ്സൈറ്റാണ്, അതുകൊണ്ടാണ് നമുക്കധികം സൈറ്റ് മാപ്പ് കണ്ടന്റ് ഇല്ലാത്തത്. അത് കൂടാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സൈറ്റ് മാപ്പിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ലോഗിൻ പേജിലാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. ആ ലോഗിൻ പേജ് കഴിയുമ്പോൾ തന്നെ ഉള്ള കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ക്രെഡൻഷ്യൽസ് അവിടെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ഓത്തൻറ്റിക്കേഷൻ ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ലിമിറ്റേഷൻ ആയിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അഡ്വാൻസ് ആയിട്ടുള്ള പല റിസൾട്ടും ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതാണ്. അതിന് നമ്മൾ മാനുവൽ സ്കാനിങ് ഉപയോഗിക്കും, ഓട്ടോമാറ്റഡ് അല്ല അവിടെ ആവശ്യം വരിക. സോ ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മൾ സ്കാൻ ചെയ്ത് കുറച്ച് വണ്ടറബിലിറ്റീസ് ഫൈൻഡ് ചെയ്തു, അഡ്വാൻസ് സ്കാനിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിസൾട്ട് എല്ലാം ജനറേറ്റ് ചെയ്യണം. സോ റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ റിപ്പോർട്ട്സിൽ പോയിട്ട് ജനറേറ്റ് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് ഒരു HTML ഫോമിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് കൂടാതെ നമുക്ക് ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്നതാണ്. HTML വേണമെങ്കിൽ HTML, JSON വേണമെങ്കിൽ JSON തുടങ്ങിയ പലതരത്തിലുള്ള ഫോർമാറ്റ്സ് ഉണ്ട്. എന്നാൽ നമുക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ളത് HTML ആണ്. ഇവിടെ ജനറേറ്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടെല്ലാം ഒരു HTML ഫോമിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഓരോ വണ്ടറബിലിറ്റിയുടെ സിവിയാരിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. റിസ്ക് ലെവൽ, മീഡിയം, ലോ, അങ്ങനെ പലതും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വേണ്ടത് ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ DVWA എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. അതിൽ വളരെ കുറച്ച് ടെസ്റ്റിംഗ് കണ്ടൻസ് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾ റിയൽ ലൈഫിൽ ഒരു ആപ്ലിക്കേഷനാണ് ടെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയി, നിങ്ങൾ നാളെ ഈ വർക്ക് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനത്തെ കേസ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു പോയാൽ അടുത്ത ദിവസം നിങ്ങൾ വന്നിട്ട് പിന്നെയും സ്കാൻ ചെയ്ത് ആപ്ലിക്കേഷൻ എൻഡ് പോയിൻറ്റ്സ് ഫൈൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിസൾട്ടിനെ സേവ് ചെയ്താൽ മാത്രമേ നാളെയും ഇതേ വർക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ അതിനുവേണ്ടി നമ്മൾ നേരെ ഫയൽസിൽ പോയിട്ട് പേഴ്സിസ്റ്റൻറ്റ് സെഷൻസ് എടുക്കുക. ഇവിടെ നമുക്ക് ലൊക്കേഷനിലേക്ക് നമുക്ക് ഫയലിലെ അല്ല ആപ്ലിക്കേഷൻ്റെ പേര് കൊടുത്ത് ഇത് സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ ഇതേ ആപ്ലിക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ സെഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് കണ്ടൻറ്റ് നമുക്ക് പിന്നെ ഇങ്ങനെ ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളുടെ റിസൾട്ടുമെല്ലാം അതേപോലെ ഉണ്ടാവുകയും ചെയ്യും. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. നമ്മൾ ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്യാൻ പഠിച്ചു, അതേപോലെ സൈഡ് മാപ്പ് ജനറേറ്റ് ചെയ്യാൻ പഠിച്ചു. അതുകൂടാതെ നമ്മൾ വൾനറബിലിറ്റീസ്, അലേർട്ട്സ് കണ്ടുപിടിച്ചു.
പിന്നീട് അതെങ്ങനെ സേവ് ചെയ്യാമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. സോ അടുത്ത സെഷനിൽ നമ്മൾ എങ്ങനെ മാനുവൽ സ്കാൻ ചെയ്യാമെന്ന് പഠിക്കും. അതിലൂടെ നമ്മൾ അല്പം കൂടെ അഡ്വാൻസ് ആയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.